ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസ് വർക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. 2 വർക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ലൈനിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് പഠിക്കാനായിട്ട് ഈ ഒരു ലൈനിലൂടെയാണ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ത്രെഡ് താഴെ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം സീക്വൻസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലേക്ക് കുത്തിയിറക്കുക, അതായത് ലൈനിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ടാണ് താഴേക്ക് ഇറക്കുന്നത്. എന്നിട്ട് താഴെ നിന്നും ഇതുപോലെ, അതായത് ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് മീതേക്ക് എടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക്, അതിൻ്റെ ആ ഹോളിലേക്കാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ സീക്വൻസിൻ്റെ തൊട്ടടുത്തുനിന്നും കുത്തിയെടുക്കുക, അതായത് സീക്വൻസിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇതുപോലെ എടുത്തതിന് ശേഷം ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതായത് ആ ഷെല്ലിൻ്റെ ആ സീക്വൻസിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ആ ലൈൻ, അതിനാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ആ ലൈനിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് താഴേക്ക് ഇറക്കുക. താഴെ നിന്നും ലൈനിൻ്റെ തൊട്ട് അടിയിൽ നിന്നും കുത്തിയെടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ത്രെഡ് കാണുന്നില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ത്രെഡ് കാണുന്നില്ല കേട്ടോ. വീണ്ടും ഇതേപോലെ തന്നെ സീക്വൻസിൻ്റെ തൊട്ടടുത്തുനിന്ന് ആ ലൈനിൽ നിന്നും കുത്തിയെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ലൈനിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് ഒന്ന് ചെരിച്ചിട്ട് താഴേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ലൈനിൻ്റെ താഴെയായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക്, ആ ഹോളിലേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ രണ്ട് വശത്തും ഒന്ന് ചെരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ ത്രെഡ് താഴെ നിന്ന് എടുക്കുന്നത് കറക്റ്റ് ലൈനിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ലൈനിൻ്റെ മുകളിൽ നിന്ന് താഴേക്കും, അതുപോലെ ലൈനിൻ്റെ താഴെ നിന്ന് മുകളിലേക്കും. ലൈനിലല്ല നമ്മൾ കുത്തിയെടുക്കുന്നത്, ലൈനിൻ്റെ മുകളിലും അതേപോലെ തന്നെ ലൈനിൻ്റെ താഴെയാണ് കുത്തിയെടുക്കുന്നത്. പിന്നെ മൂന്നാമത് എടുക്കുന്ന ഈ ഒരു കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ താഴെ നിന്ന് എടുക്കുന്നത്, ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കറക്റ്റ് ലൈനിൽ നിന്നാണ് എടുക്കുന്നത്. അതിന് ശേഷം സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കണ്ടോ, ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഹോളിലേക്ക്, സീക്വൻസിൻ്റെ ഹോളിലേക്ക് താഴെ നീഡിൽ ഇറക്കി കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അതായത് സെൻറ്ററിൽ ആ ലൈനിലൂടെ നമ്മൾ ഇതുപോലെ എടുക്കുക, അതിന് ശേഷം സീക്വൻസ് ഇട്ട് കൊടുക്കുക. സീക്വൻസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോക്കുക കേട്ടോ. അപ്പോൾ താഴെ നിന്ന് നീഡിലെടുത്തു, ലൈനിലൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടൊരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലൈനിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ടാണ് ഒന്ന് ചെരിച്ചിട്ട് തൊട്ട് മുകളിലേക്കായിട്ടാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ചെരിച്ചിൽ വരുമല്ലോ, നമ്മൾ ലൈനിലല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ലൈനിൻ്റെ താഴെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ താഴെ നിന്ന് മീതേക്ക് എടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സെൻറ്ററിലെ ലൈനിലൂടെ എടുക്കുക. കണ്ടോ, ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ത്രെഡൊന്നും, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡ് കാണില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ലൈനിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക, അതിനുശേഷം ലൈനിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുക. കണ്ടില്ലേ? പിന്നെ ഹോളിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് കണ്ടോ, ലൈനിലൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 സൈഡിലും കൊടുക്കുന്നത് ലൈനിൻ്റെ മുകളിലും, അതുപോലെ ലൈനിൻ്റെ താഴെ നിന്നുമാണ് മീതേക്ക് എടുക്കുന്നത്. പിന്നത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് ആ ഒരു ഹോളിലേക്ക്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കുക, വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. സീക്വൻസിൻ്റെ ലൈനിൻ്റെ തൊട്ട് മുകളിലേക്ക് താഴേക്ക് ഇറക്കുക, താഴെ നിന്നും എടുക്കുന്നതോ ലൈനിൻ്റെ തൊട്ട് താഴെ നിന്നും, എന്നിട്ട് സെൻറ്ററിലേക്ക്, അതായത് ആ ഹോളിലേക്ക് എടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ലൈനിലൂടെയാണ് എടുക്കുന്നത്, കറക്റ്റ് സെൻറ്ററിലൂടെയാണ് ഈ ഒരു ലൈൻ എടുക്കുന്നത്. ആ ഒരു ലൈൻ സെൻറ്ററിലൂടെ എടുക്കുമ്പോഴാണ് സീക്വൻസ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ആ സീക്വൻസിനെ ഉറപ്പിക്കുന്നത് 2 സൈഡിലും, ലൈനിൻ്റെ തൊട്ട് മുകളിലും താഴെയായിട്ടാണ് നമ്മളത് ആ സീക്വൻസിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്. അതിനുശേഷം സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്, അതായത് നമ്മൾ ത്രെഡൊന്നും കാണുന്നില്ല. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതിലൊക്കെ ത്രെഡ് കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്തതാണെങ്കിലും ഫസ്റ്റത്തെ ആ ഒരു സീക്വൻസ് വർക്ക് പഠിച്ചതാണെന്നുണ്ടെങ്കിലും ഒക്കെ ത്രെഡിനെ കാണുന്നുണ്ട്. ഇത് ത്രെഡ് കാണില്ല, അതായത് ഈ സീക്വൻസ് മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലൈനിൽ കുറച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഞാൻ ചെയ്തെടുത്തത്.
അപ്പോൾ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി കാണുന്നില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കണ്ടോ, സീക്വൻസ് ഇട്ട് കൊടുക്കുക. സീക്വൻസ് ഇട്ടതിന് ശേഷം ആണ് ലൈൻ്റെ മുകളിലേക്ക് നിന്ന് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. പിന്നെ താഴെ നിന്ന് എടുക്കുന്നതോ ലൈൻ്റെ തൊട്ട് താഴെ എടുക്കുക. എന്നിട്ട് ഹോളിലേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കുക. ഹോളിലൂടെയാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് സെൻറ്ററിലൂടെ. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടാൽ മാത്രം പോരാട്ടോ, ഒന്ന് ചെയ്ത് പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നോടൊന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടെങ്കിലും അല്ലേ, റിപ്ലൈ ഉണ്ടെങ്കിലും അല്ലേ എനിക്കത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്നതിൽ കാര്യമുള്ളൂ. അല്ലാതെ ജസ്റ്റ് വെറുതെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഒന്ന് എന്നോടും കൂടി ഒന്ന് സഹകരിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റയിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിലേക്കൊന്ന് നിങ്ങൾ ചെയ്ത വർക്കുകൾ ഒന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാം കേട്ടോ. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സീക്വൻസ് വർക്ക് ചെയ്തെടുക്കുന്നത്. അത് പല തരത്തിലും നമുക്ക് സീക്വൻസ് വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ക്ലാസ്സേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ബേസിക് കിട്ടും, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസ് കിട്ടും. അതിനുശേഷം പിന്നെ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഈ ലൈന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു സീക്വൻസും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതേപോലെ ലൈൻ്റെ മീതേക്കും അതുപോലെ തന്നെ ലൈൻ്റെ തൊട്ട് താഴെ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷെല്ല് നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് അത് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്, അടുത്ത സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതിലൊന്നും ത്രെഡ് കാണുന്നില്ല. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക.